നമ്മുടെ ലൈഫിൽ പലപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് പലരും പാനിക്കാവും, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പാടുപെടും, ഓവർ റിയാക്ട് ചെയ്യും. എന്നാൽ ഏത് സാഹചര്യത്തിലും ട്രിഗേർഡ് ആവാതെ ശാന്തമായിട്ടിരിക്കാൻ സാധിച്ചാൽ എത്ര മോശപ്പെട്ട സാഹചര്യത്തെയും നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. അതിനുള്ള കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് നോക്കാം. സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ റിയാക്ട് ചെയ്യാതെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക. ഈ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ചിന്തിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുമുള്ള ഒരു സമയം കിട്ടും. നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം കേട്ട് കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും ഭാവിയെപ്പറ്റി ഓർത്ത് ആശങ്കപ്പെടുകയോ അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും കാര്യം ഓർത്ത് വേവലാതിപ്പെടുകയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയത് എന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ മുഴുവൻ ശ്രദ്ധ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അതായത് ഞാൻ എന്ത് ചെയ്താൽ ഈ പ്രോബ്ലം ശരിയാവും, അതല്ലെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യാൻ ഞാൻ ആരോട് ഹെൽപ്പ് ചോദിക്കണം എന്നൊക്കെ ചിന്തിക്കുക. നമ്മുടെ മുന്നിലുള്ള ഈ സാഹചര്യം മെച്ചപ്പെടുത്താൻ അതല്ലെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും അത് പെട്ടെന്ന് ചെയ്തു തീർക്കുക. നമ്മൾ 1% മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പല വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും. നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഏതൊരു സാഹചര്യങ്ങളാണെങ്കിൽ പോലും അതിനെ ഒരു ദുരന്തമായി കാണാതെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. എനിക്കിതിൽ നിന്നും എന്ത് പഠിക്കാൻ പറ്റി എന്ന് ചിന്തിക്കുക. നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രീതി മാറിക്കഴിയുമ്പോൾ ഈ പ്രോബ്ലം നമ്മുടെ പുറത്തുണ്ടാക്കുന്ന സ്ട്രെസ്സ് പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇനി എന്തെങ്കിലും സമ്മർദ്ദങ്ങളിൽ പെട്ടുപോയാൽ പെട്ടെന്ന് പാനിക് ആവാതെ ഈ ടിപ്സ് ഉപയോഗിച്ച് കാം ആവാൻ ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.